ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ KfC ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൂടുതൽ കൊടുക്കാതെ നമ്മളെ മക്കൾക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഒന്നുകൂടി നമ്മുടെ മക്കളെ ഹെൽത്തിനൊക്കെ നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലി കൊടുക്കനെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിങ്ങനെ തൊലി കൊടുക്കനെയാണ് ആക്കിയിട്ട് കിട്ടൽ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം സോയാ സോസാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ മാഗിയുടെ പാക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പാക്കറ്റിലത്തെ സോയ സോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണം. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നമ്മളെ മാഗിയുടെ മസാല, ഏത് മാഗി ഫ്ലേവർ ആയാലും സാരില്ല, നമുക്കതിലത്തെ മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടിയും എരിവ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും എത്തണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം തൊലി കൊടുക്കുന്ന അടുത്തുള്ള കാരണമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്താലാണ് എല്ലാ സൈഡിലേക്കും നമ്മൾ ഈ ഒരു മസാല എത്തുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ ആക്കുമ്പോൾ ഇടലില്ല. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന കാരണം ഞാൻ റെഡ് കളർ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റേലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ലുലുവിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്ലോറാണ്. ഇതന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് സാധാ മൈദയിൽ മുളകും പൊടി, അതേപോലെ കുരുമുളക് പൊടി, ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം തന്നെ ഈ പൊടിയിലേക്കൊന്ന് മുക്കിയെടുക്കണം. നന്നായിട്ട് ഈ പൊടി ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിൽ സാധാ വെള്ളം ഇട്ടോ, ആ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കന് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതെടുത്തിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു നമ്മൾ ഈ KfC ഒക്കെ ഉണ്ടാവില്ല, അതേപോലെ ആ ഒരു രസത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊന്ന് ഇട്ടിട്ട് എടുത്താൽ മാത്രം മതി. ഇതേപോലെ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതെടുത്ത് നീക്കി വയ്ക്കുക. ഇതേപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കനെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഈ ഒരു കോട്ട എത്തിയിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുക്കറിൽ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായിരിക്കണം. ഇനി നമുക്കിതിൽ നിന്ന് പീസസുകൾ ഇട്ട് കൊടുക്കാം. തിക്കി നിറച്ചിട്ട് ഇടാണ്ട് നമ്മൾ 2 പീസൊക്കെ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അപ്പം തന്നെ ഓഫ് ചെയ്തേക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വിസിലടിക്കാനായിട്ട് വെക്കുമ്പോൾ. കണ്ട നന്നായിട്ട് മൊരിഞ്ഞ് പോയിട്ടുമില്ല, ആ ഒരു പാകത്തിലായിട്ടാവും നമുക്കിത് കിട്ടുക. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് നമുക്ക് വിസിലടിക്കാതെയും ആക്കാം. കാരണം ചിലർക്ക് പേടിയുണ്ടാവും വിസിൽ വെച്ചിട്ട് പ്രഷർ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ചിലർക്ക് പേടിയുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെക്കാതെയും ആക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നമ്മളിത് മൂടി വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിക്കന് സോഫ്റ്റ് കൂടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാതെ, അതായത് വിസിലടിക്കാതെ ചെയ്യുന്നതും ഞാൻ കാട്ടിത്തരാം. നമ്മളെ പാനിലേക്ക് ഇതേപോലെ ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ മൂടി വെക്കാതെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ മൂടി വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല രസത്തിലുള്ള വേവായിട്ട് കിട്ടും. അപ്പോൾ അതായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് അതും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു മസാല കൂട്ടാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് ചിക്കന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ നമ്മളിത് വാങ്ങിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുന്നതായാലും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുക. ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷന് കൂടി ഞെക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.